ഞാൻ കമന്റ് അടിച്ച് പിന്നെ കുറച്ച് കഴിയുമ്പോ എന്ത് കോപ്പിലെ പിടുത്താടാ നീ പിടിച്ചതെന്നാണ് ഞാൻ ചോദിച്ചല്ലേ. ആ പിടുത്തം ചോദ്യത്തിലാണ് ഞാനും ജോജു ഇന്നിങ്ങനെ അടുത്തിരിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. 10 വർഷമായി. അപ്പൊ അന്ന് ജോജു എന്നെ വിളിക്കുകയും പിന്നെ ഞാൻ സംസാരിക്കുകയും ചെയ്തു. അന്ന് ജോജു ഒരു ഗൗരവക്കാരനായിരുന്നു, ഇന്നത്തെ പോലെ നിഷ്കളങ്കരൊന്നും ആയിരുന്നില്ല, ഒരു ക്രൂരനായിരുന്നു. നമ്മള് തമ്മിൽ പരിചയപ്പെട്ടത് എങ്ങനെയാ? നമ്മള് പാമ്പുമായി ബന്ധപ്പെട്ടല്ലേ? പാമ്പുമായി ബന്ധപ്പെട്ടത് രാജവെമ്പാലനെ ഞാൻ വടക്കാഞ്ചേരിയില് മലമ്പാമ്പിനെ വിഴുങ്ങിയ രാജവെമ്പാല. ആ രാജവെമ്പാലിനെ പിടിച്ചിരിക്കും 2016 15ലോ 16ലോ ആണ് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പൊ നമ്മൾ പരിചയപ്പെടല് ഒരു പ്രത്യേക പരിചയപ്പെടലായിരുന്നു. നമ്മള് യാതൊരുവിധ പരിചയമില്ല. ഞാനിങ്ങനെ വടക്കാഞ്ചേരിയില് അവിടുത്തെ റേഞ്ച് ഓഫീസറായിരുന്ന അഷ്റഫ് സാറ് നമ്മളെ കാസർഗോഡ് പോയിട്ടുണ്ട്. അപ്പൊ സാറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ അവിടെ ചെന്നത്. വലിയൊരു രാജവെമ്പാലയുടെ കേസുണ്ട്. അപ്പൊ എന്നെ വിളിച്ചു, വലുതാണ്, ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അന്ന് നമുക്ക് ഈ പറയുന്ന ശാസ്ത്രീയ വല്ല സുരക്ഷിതം നമുക്ക് അറിയില്ല. അപ്പൊ ഞാനവിടെ ചെന്നു, നമ്മുടെ ഓഫീസിലെ ടീമൊക്കെ അങ്ങനെ ചെന്നിട്ടാണ് നമ്മള് രാജവെമ്പാലിനെ ഓടിക്കണേ. രാജവെമ്പാലിന് ഈ വണ്ണുണ്ട് ഏതാണ്ട് വലിയൊരു പെരുമ്പാമ്പിനെ വിഴുങ്ങിയതാ. അനങ്ങാൻ പറ്റാണ്ട് എടുക്കുക, തല മാത്രം ഇങ്ങനെ പൊക്കോളൂ. അപ്പൊ നമ്മളതിനെ എടുക്കാനായിട്ട് ചെന്നു. ആ സമയത്ത് നമുക്കൊരു പാമ്പുകളെ പിടിക്കാൻ പറഞ്ഞൊരു ഹരമാണ്. അപ്പൊ അങ്ങനെ നമ്മളവിടെ ചെന്നു. വേറൊരു റെസ്ക്യൂറും വേറൊരു പാമ്പിനെ, അന്ന് പാമ്പിനെ പിടിക്കുന്ന ആൾക്കാരുടെ കുറവാണ്. അപ്പൊ ഒരാളുണ്ട്, ഒരു ഉമ്മർ എന്ന് പറയുന്ന ആരാണ്, പേരിക്ക് ഓർമ്മയില്ല. അപ്പൊ അങ്ങനെ അദ്ദേഹം വന്നു, ഞങ്ങൾ രണ്ടുപേരും കൂടെ എത്തിയപ്പോ കുരുക്കിടണം അന്ന് പിടിച്ചേ. അപ്പൊ ഞാൻ പറഞ്ഞു കുരുക്കിടണ്ട, നമുക്കതിനെ പതുക്കെ പാലിന് എടുക്കാം. അപ്പൊ അത് പറ്റില്ല, അത് അപകടമാണല്ലോ എന്ന് പറഞ്ഞു. അന്ന് ഈ പറയുന്ന ഹുക്ക് മെത്തേഡൊന്നും വന്നിട്ട് പ്രാബല്യത്തിൽ വന്നു, അതായത് പലർക്കും അറിയില്ല. അങ്ങനെ പിടിച്ചിട്ട് ഇവര് മറ്റേ കുരുക്കെടുത്ത് വലിച്ചുകൊണ്ടാന്ന് പറഞ്ഞപ്പോ ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ കഴുത്തിന് പിടിച്ച് അതിനെ പൊക്കിക്കൊണ്ടുവന്ന് അതിനെ കൊണ്ടുവന്ന് ചാക്കുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞ. ആ സമയത്ത് എന്താ പറയാ, വടക്കാഞ്ചേരി അവിടുത്തെ പ്രദേശത്തുള്ള എല്ലാവരും ഇതിനെ കാണാൻ വേണ്ടി വന്നു. കുറെ ഫോട്ടോസുകൾ വന്നു. അങ്ങനെ സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലും ഒക്കെ വന്നു, കൂറ്റൻ രാജവെമ്പാലയെ പിടികൂടി എന്നൊക്കെ പറയും. അത് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതിലത്തെ ഒരു ഫോട്ടോ എടുത്തു, ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടു, എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഇട്ടു. അതൊക്കെ കുറെ കമന്റുകൾ, നല്ല അടിപൊളിയായിട്ട് സൂപ്പർ പൊളിച്ചു പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനിടയ്ക്കാണ് ഒരു നെഗറ്റീവ് കമന്റ്. ഇനി അതൊന്നും പറഞ്ഞ സാധാരണ ഞാനും ജോജുവിനെ പോലെ തന്നെ പാമ്പ് പിടുത്തക്കാരായിരുന്നു അന്ന്. ഒരു രക്ഷപ്പെടുത്തുന്ന ഒരു രക്ഷകൻ, ഒരു റെസ്ക്യൂർ എന്ന് പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലുള്ളൊരു അന്ന്. അതിനുശേഷം ഞാനും മാറി നല്ല രീതിയിൽ ഇന്ന് നമ്മൾ ഫോളോ ചെയ്യുന്ന രീതിയിലുള്ള റെസ്ക്യൂ രീതിയായിട്ട് മുമ്പോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ജോജുവിന്റെ ആ പോസ്റ്റ് കാണേ. ആ ജോജുവിന്റെ പോസ്റ്റ് കണ്ട് ഞാൻ കമന്റ് അടിച്ച് പിന്നെ കുറച്ച് കഴിയുമ്പോ എന്ത് കോപ്പിലെ പിടുത്താടാ നീ പിടിച്ചതെന്നാണ് ഞാൻ ചോദിച്ചല്ലേ. ആ പിടുത്തം ചോദ്യത്തിലാണ് ഞാനും ജോജു ഇന്നിങ്ങനെ അടുത്തിരിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. 10 വർഷമായി. അപ്പൊ അന്ന് ജോജു എന്നെ വിളിക്കുകയും പിന്നെ ഞാൻ സംസാരിക്കുകയും ചെയ്തു. അന്ന് ജോജു ഒരു ഗൗരവക്കാരനായിരുന്നു, ഇന്നത്തെ പോലെ നിഷ്കളങ്കരൊന്നും ആയിരുന്നില്ല, ഒരു ക്രൂരനായിരുന്നു. ജോജു എന്നോട് പറഞ്ഞു, പിന്നെ താനാരാ ഇത് പറയാ. അപ്പൊ ഞാൻ ജോജുയോട് ഇങ്ങനെ നല്ല രീതിയിൽ സമാധാനത്തിന്റെ രീതിയിൽ കുറെ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പൊ ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞപ്പോ ജോജു അത് ഉൾക്കൊണ്ടു. അതില് വേറൊരു കാര്യം കേട്ടോ, അതായത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇങ്ങനെ കുറെ നല്ല അപ്രീസിയേറ്റ് ചെയ്തിട്ടുള്ള കമന്റുകളുടെ ഇടയിലാണ് ഒരു നെഗറ്റീവ് കമന്റ്. നമ്മുടെ വീട്ടിൽ നിന്ന് ആരാണ് എന്നെ ഇങ്ങനെ എന്താ പറയാ, അസഭ്യമല്ല, ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കമന്റ് ഇട്ടത്, മോശമായി പോയി എന്നുള്ള രീതിയിൽ കമന്റ് ഇട്ടെന്ന് വെച്ചപ്പോ ഞാൻ ഇതാരാണപ്പാ മോഹൻജദാരോ എന്ന് വെച്ചിട്ട് ഞാൻ പ്രൊഫൈലിൽ നോക്കി. പ്രൊഫൈലിന്റെ പുറകില്ല അപ്പൊ നോക്കുമ്പോ അത്യാവശ്യം മറ്റേ ഹുക്കൊക്കെ വെച്ച് പാമ്പിനെ പിടിക്കുന്ന അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യുന്ന ആളാന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ ബാക്കിലോട്ട് ഇങ്ങനെ കുറെ സ്ക്രോൾ ചെയ്ത് നോക്കി. അപ്പൊ ആ സമയത്ത് നോക്കുമ്പോ ഞാൻ പിടിച്ച പോലെ തന്നെ അപ്പൊ പഴയ ഫോട്ടോസുകൾ കണ്ടു. അപ്പൊ ഇവരിങ്ങനെ പിടിക്കുന്നുള്ളൂ, ഞാൻ അങ്ങനെ പിടിച്ചിട്ടുണ്ടെന്ന കുഴപ്പം അങ്ങനെ അന്ന് വൈകുന്നേരമാണ് നമ്മൾ വിളിച്ച് സംസാരിച്ച് ഞാൻ പറഞ്ഞു, ഞാനും ഇങ്ങനെ ആയിരുന്നു, ഇപ്പൊ മാറി ഇങ്ങനെയല്ല പിടിക്കേണ്ടത്, നമ്മളിതിനെ രക്ഷിക്കാനാണ്. അവർ രക്ഷിക്കുന്ന സമയത്ത് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ഇതിന് ഭയങ്കര ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞപ്പോ
ജോജു അത് ഉൾക്കൊള്ളുകയും പിന്നെ നമ്മള് ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് എത്തി. അങ്ങനെ ഞങ്ങൾ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. ഒരു അന്നൊക്കെ വാട്സപ്പിൽ വളരെ കുറവായിരുന്നു അന്ന് വാട്സപ്പിൽ. അപ്പൊ ജോജു പറഞ്ഞു വാട്സപ്പില് ഞാൻ വോയിസ് ഒന്നും ഇടൂല, എനിക്ക് വോയിസ് ഒന്നും ഇടാൻ കേൾക്കാനൊന്നും താല്പര്യമില്ല, ഞാൻ അങ്ങനെ കേൾക്കാനൊന്നും ഇടാറൊന്നുമില്ല, നമുക്കിങ്ങനെ ടെക്സ്റ്റ് മെസ്സേജ് മാത്രം ഞാൻ നോക്കാം. ഞാൻ പറഞ്ഞു നിങ്ങൾ അതിലേക്ക് വരൂ. അങ്ങനെ ജോജു വന്നു. പാമ്പ് എന്ന് പറഞ്ഞല്ലേ, പാമ്പ് സ്നേഹികള് അല്ല, പാമ്പ് എന്നുള്ളതല്ലേ നമ്മുടെ സുജിത്ത് വയനാടിന്റെ ഗ്രൂപ്പില്. അതിൽ നിന്നാണ് പിന്നെ നമ്മ വേറെ ഗ്രൂപ്പ് ആക്കിയത്. ആ ഒരു ഗ്രൂപ്പിൽ സർക്കസ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ജോജു നമ്മളൊക്കെ കൂടി ഇതിനെ മനസ്സിലാക്കി സർക്കസിനെതിരെയുള്ള ഒരു പ്രയത്നത്തിലേക്ക് ജോജുവും വന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് കൂട്ടായ്മ ഉണ്ടായി. ആ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നമ്മൾ വേറൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അതായത് ശാസ്ത്രീയപരമായിട്ട് പാമ്പ് പിടിക്കുന്ന ആൾക്കാർ മാത്രമുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അല്ലെ, സ്നേക്ക് ലവേഴ്സ്. എന്നിട്ട് ആ ഗ്രൂപ്പ് ഉണ്ടാക്കി അതിനൊരു കൂട്ടായ്മ ഉണ്ടാക്കി നമ്മൾ വിമർശനം തുടങ്ങി, ബാക്കിയുള്ളവരെ വിമർശിച്ച് മാറ്റാൻ തുടങ്ങി. അങ്ങനെ നല്ല കാറ്റ് വീഡിയോ ചിലപ്പോൾ ഇങ്ങനെ വൈബ്രേഷൻ, ഭയങ്കര കാറ്റും ഭയങ്കര തണുപ്പുമാണ്, നല്ല തണുപ്പുണ്ട്. അപ്പൊ അതിനുശേഷം നമ്മളൊരു ക്യാമ്പ് നടത്തി വയനാട്ടില്. സജീവ് വയനാട് നമ്മളെ സ്നേക്ക് ലവേഴ്സിന്റെ അഡ്മിൻസിന്റെ കെയറപ്പില് നമ്മളവിടെ ഒരു ക്യാമ്പ് നടത്തി. അതിൽ നല്ല രീതിയിൽ ആൾക്കാർ പങ്കെടുത്തു. കേരളത്തില് കാസർഗോഡ് മുതൽ തിരുവനന്തപുരമുള്ള ആൾക്കാർ അന്ന് പങ്കെടുത്ത് നമ്മളെ ഒരു ശാസ്ത്രീയപരമായിട്ടുള്ള പാമ്പ് പിടുത്തം ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോയി. അതിലുള്ള പല ആൾക്കാരും ഇന്ന് നിലവിലുണ്ട്, പല ആൾക്കാരും നിലവിലില്ല. പല ആൾക്കാരും ഇല്ല. കുറെ ആളെ സർക്കസ് തന്നെ ഫോളോ ചെയ്ത് വീണ്ടും സർക്കസിലേക്ക് പോയി. അവര് പിന്നെ അവിടുന്ന് നമ്മള് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ഞങ്ങള് ഈ ഒരു സംഭവം ഒരു സേഫ് മെത്തേഡ് അല്ലെങ്കിൽ ശാസ്ത്രീയമായ രീതിയിൽ നമ്മൾ പറയേണ്ട നമ്മളെ സുരക്ഷയും പാമ്പിന്റെ സുരക്ഷയും പിന്നെ അവിടെ കൂടി നിൽക്കുന്ന ജനങ്ങളുടെ സുരക്ഷ എന്നുള്ള രീതിയിൽ നമ്മളൊരു മെത്തേഡ് ഇതിന് മുന്നേ റൂമിൽ അതോടൊപ്പം അവര് ഈ മെത്തേഡ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. അങ്ങനെ അപ്പൊ നമുക്കത് തോന്നി അതാണ് ഏറ്റവും നല്ലത്. അപ്പൊ നമ്മളോട് കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇതേ മേഖലയിൽ നിൽക്കുന്ന ആളുകളോട് നമ്മളിത് പറഞ്ഞ് അവരെ എന്താ പറയാ മാറ്റി ചിന്തിപ്പിക്കാൻ തുടങ്ങി. പക്ഷെ പലരും അത് മാറി ചിന്തിച്ച് വന്നു. പക്ഷെ പലരും മാറുന്നില്ല. പക്ഷെ അവര് മനസ്സിലാക്കേണ്ട പോയിന്റ് ഇപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കാനുള്ള പ്രധാന പോയിന്റ് ഇപ്പൊ ഞങ്ങൾ ചർച്ച ചെയ്തു. നമ്മൾ എന്താ പറയാ, ഞങ്ങളിവിടെ ഹെൽപ്പിങ്ങിന് വന്നതാണ്. അതായത് എന്താ പറയാ ഉരക ഉപജീവി സർവേക്ക് വന്നതാണ്. അതിനിടയിൽ കിട്ടിയ ഒരു ഫ്രീ ടൈമിൽ നമുക്ക് ഈ ഒരു അറ്റ്മോസ്ഫിയർ കണ്ടപ്പോൾ ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ച. എന്താ വിഷയം എന്ന് ചോദിച്ചപ്പോ KTC പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് കുറെ അവരോട് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാ, അതായത് നമുക്ക് അങ്ങനെ പറയുന്നതുകൊണ്ടോ അല്ലെങ്കിൽ അവരോട് ഒരു വിമർശനം എന്നുള്ള രീതിയിൽ പറയുന്നതുകൊണ്ടോ നമുക്ക് എന്ത് ഗുണം മുഴുവൻ അവർക്കാണല്ലോ. അപ്പൊ ആ ഒരു വിഷയം എടുക്കാന്ന് കേട്ടു. അതെ, അത് മാത്രല്ല നമ്മളെന്ന് പറയുന്നത് അവരോട് നമുക്ക് വ്യക്തിപരമായിട്ട് ഒരു ഒന്നുമില്ല. അവരെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മളെ കുട്ടി ഒരു സൈക്കിൾ എടുത്ത് റോഡിലേക്ക് പോകുമ്പോൾ നമ്മൾ ആ കുട്ടിയോട് എന്താ പറയാ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. നീ ഇന്ന രീതിയിൽ മാത്രമേ പിന്നെ സൈക്കിൾ ഓട്ടാൻ പാടുള്ളൂ, വാഹനങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കണം, സൂക്ഷിച്ച് മാത്രമേ അപ്പുറത്തേക്ക് കടന്നു പോകാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്നത് അവരോടുള്ള സ്നേഹം കൊണ്ട് അവര് നമ്മളിതെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ അത് നമ്മൾ പറയുമ്പോൾ പല ആൾക്കാരും ഉൾക്കൊള്ളാറില്ല. അവര് വിചാരിക്കുന്നത് നമ്മൾ എന്തോ ഒരു വിദ്വേഷം വെച്ചിട്ടാണ് പറയുന്നത്. കാരണം അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിഷമം ഉണ്ടാവും. ആ വിഷമം വരാതിരിക്കാനും അവരെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അവരോട് പറയുന്നത് നിങ്ങൾ നല്ല രീതിയിൽ നമ്മൾ ഫോളോ ചെയ്ത രീതിയിൽ തന്നെ പോകും. അത് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഈ രീതിയിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അപകടം വളരെ കുറവാണ്. അത് മാത്രമല്ല അപകടം ഒട്ടും വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അപകടം ഉണ്ടാവും. പക്ഷെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ മറ്റേ ബൈക്ക് ഓടിക്കുമ്പോ ഹെൽമെറ്റ് അപകടം ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അപകട സാധ്യത കുറയ്ക്കുക, അപകടത്തിന്റെ ആഴം കുറയ്ക്കുക, ആഘാതം കുറയ്ക്കുക. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് നമ്മൾ പലപ്പോഴും പക്ഷെ അല്ല നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ഭയങ്കര ഈസിയാണ്. എന്റെ വീഡിയോ കാണുന്ന എത്രയോ ആളുകൾ ആദ്യം നമ്മൾ പണ്ട് എത്ര റിസ്ക് എടുത്തിട്ട് ചെയ്യുന്ന. പണ്ട് ഒരു ദിവസം ഉണ്ടായിരുന്നു, ഞാൻ പണ്ട് ജോജുവിനെ ഫോട്ടോസ് കുറച്ച് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മളിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അന്ന് 2 അണലിനെ വലിയ മണ്ടൻ അണലിനെ തൂക്കി പിടിച്ച് ഇങ്ങനെ 2 കയ്യിൽ തൂക്കി പിടിച്ച് പോകുന്ന ഞാൻ ആലോചിക്കുന്ന ആ അണലിക്ക് ബുദ്ധിയില്ലേന്ന്. കാരണം സാധാരണ നമ്മളൊരു അണലിനെ റെസ്ക്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ചാടിക്കടിക്കും നമ്മുടെ കാലിലേക്ക്. അതൊരു ലൂസ് പാൻറ് കൂട്ടി ഇങ്ങനെ 2 കയ്യിൽ തൂക്കി പിടിച്ച് ഒരു പ്രശ്നമില്ലാതെ നടന്നു പോകുന്നു 2 അണലിനെ. അതാ മറ്റേ അന്ന് കടിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ ചങ്ങാതി നമ്മുടെ മുമ്പിൽ ഉണ്ടാവില്ല. കാരണം അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്ന ആൾക്കാർ നല്ല സേഫ് മെത്തേഡോട് കൂടിയിട്ട് റെസ്ക്യൂ ചെയ്യുക. ഗവൺമെന്റ് പറയുന്ന
പറയുന്ന രീതിയിൽ തന്നെ മുമ്പോട്ട് പോവുക. നിങ്ങളെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നിയമങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവരും സുരക്ഷയ്ക്ക് വേണ്ടി, സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഈ ലോകത്ത് മനുഷ്യൻ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലേ. അപ്പൊ അത് ഫോളോ ചെയ്ത് പോയാൽ എല്ലാവർക്കും അതിൻ്റെതായ ഗുണമുണ്ടാകും. നമുക്ക് ആ ഒരു കാര്യത്തിൽ ഏറ്റവും സന്തോഷം തോന്നിയത് നമുക്ക് 2020 ഇങ്ങനെ ഒരു സംഭവം. അതെ, നമ്മള് സ്വപ്നം കണ്ടൊരു സംഭവം ഇങ്ങനെ. അതായത് നമ്മള് ഇൻഡിവിജ്വലി നമ്മുടെ ഒരാളത്ത് പറയുമ്പോ ഒരിക്കലും അവര് നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇല്ല, അന്ന് നമ്മളോട് പറഞ്ഞ പല ആൾക്കാർ, വ്യക്തികളെ പറയുന്നില്ല, അന്ന് നമ്മോട് പറഞ്ഞു ഇതൊരു ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. നമ്മുടെ ഭാവിയിൽ ഈ സംഭവം നിലവിൽ വരുന്ന നമുക്ക് സ്വപ്നം കണ്ടിരുന്നു. കാരണം അത് അതൊന്നും നടക്കാനൊന്നും പോകുന്നില്ല, ഇതൊക്കെ വർഷമായിട്ട് നടക്കുന്ന. പക്ഷെ അന്ന് പറഞ്ഞ ആൾക്കാർ വരെ ഇന്നിപ്പോ നമ്മളെ ശാസ്ത്രീയപരമായിട്ടുള്ള, അതായത് ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുള്ള റെസ്ക്യൂലേക്ക് വന്നിട്ടുണ്ട്. അതാണ് സന്തോഷം. കാരണം 2020 മുന്നേ എങ്ങനെയായിരുന്നോ ഇപ്പൊ 2025 നിൽക്കുമ്പോ എങ്ങനെയാണ്. ഇനിയിപ്പോ നമ്മളെ കാലശേഷം വരുന്ന ആളുകൾ ഇതിനേക്കാളും നല്ല മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും. അപ്പൊ നമ്മളത് അംഗീകരിച്ച് നമ്മൾ ആ ഒരു രീതിയിലേക്ക്, അല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഇതിന്റെ പരിശീലനം നൽകുന്ന ആളാണ്, മാസ്റ്റർ ട്രെയിനേഴ്സ് ആണ്. അപ്പൊ ഇപ്പൊ നമ്മള് വലിയ നമ്മൾ പറയുന്ന മെത്തേഡാണ് ഏറ്റവും അൾട്ടിമേറ്റ് മെത്തേഡ് എന്നൊന്നും ചിന്തയില്ല. ഇപ്പൊ പല നമ്മുടെ വളണ്ടിയേഴ്സ് അല്ലെങ്കിൽ ട്രെയിനിങ് ലഭിച്ച പുതിയ ആൾക്കാർ പല മെത്തേഡുകളും പറയുന്നുണ്ട്. നമുക്കത് അത് നല്ലതാണല്ലോ. അപ്പൊ നമ്മൾ അവരുടെ രീതികൾ നമ്മൾ പഠിക്കുകയാണ്. നമ്മള് 1000 റെസ്ക്യൂ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ 10,000 റെസ്ക്യൂ ചെയ്തിട്ടുണ്ടോ എങ്കിലും 10,000 അല്ലെങ്കിൽ 1001 അല്ലെങ്കിൽ 1001 റെസ്ക്യൂ എന്ന് പറയുന്നത് ഒരു പുതിയൊരു അറിവാണ്. അതെ, അത് ശരിയാണ്. അതിപ്പോ പുതിയ ആളുകൾ വന്നിട്ട് ഇപ്പൊ നമുക്ക് പുതിയൊരു മെത്തേഡ് പഠിപ്പിച്ചു തരികയാണെങ്കിൽ ഞങ്ങളിപ്പോ ട്രെയിനറാണെന്ന് വിചാരിച്ച് നമ്മൾ അറിയിക്കൂല. നമ്മൾ ആ പുതിയ മെത്തേഡ് പഠിക്കാൻ വേണ്ടി ശ്രമിക്കും. കാരണം അത് നല്ലതാണെങ്കിൽ അത് അംഗീകരിക്കാൻ പഠിക്കണം. അവിടെയാണ് അത് നമ്മൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, വരും തലമുറകൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഇത് ഉണ്ടാക്കുന്നത് നിയമങ്ങൾ. അതെ, അപ്പൊ അത്രയാണ് പറയാനുള്ളത്. അപ്പൊ ഈ സീനറി പിടിക്കാൻ വേണ്ടി, അതെ, 4 പേർക്ക് സംഭവം പ്രത്യേകിച്ച് നാട്ടുകാർക്ക് എന്തിലുപരി ഇത് നമ്മുടെ ഒപ്പം നിൽക്കുന്ന, നമ്മുടെ ഈ മേഖലയിൽ നിൽക്കുന്ന ആളുകളാവട്ടെ ഈ ഒരു സന്ദേശം എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ ജോജു ആൻഡ് KTS.